ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 5ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദ് ആനുവൽ എക്സാം, പബ്ലിക് എക്സാം, പൊതുപരീക്ഷയൊക്കെ വരുന്നവർക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം, വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ ഇതുപോലെ അഹ്കാമു തജ്വീദിൻ്റെയും മസായിൽ ഫിഖ്ഹിൻ്റെയും ഉലൂമുദ്ദീൻ്റെയും ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് 90% ഈ പേപ്പറിലും ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. എന്തെങ്കിലും തെറ്റുകളായിട്ട് പെടുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശരിയുത്തരം കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ ഹുസ്സലാത്തിൻ കിളി 7 അക്ഷരമാണ് അല്ലേ. അതിനെ എല്ലായ്പ്പോഴും തഫീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളാണ് ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ. അത് 7 എണ്ണമാണ്. ഹുസ്സലാത്തിൻ കിളി ഈ 7 അക്ഷരമാണ്. അടുത്തത് റായിനെ തർക്കീക്ക് ചെയ്തു. ഇതിൽ ഏതിനെയാണ് തർക്കീക്ക് ചെയ്തത്? ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് റായിൻ്റെ 5 സന്ദർഭങ്ങൾ തഫീമും റായിനെ 4 സന്ദർഭങ്ങളിൽ തർക്കീക്കും ആക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കണം. എന്നാലാണ് ഇങ്ങനെ വന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആദ്യം റായിൻ്റെ ഹർക്കത്ത് കസറാണെങ്കിൽ അത് തർക്കീക്കാണ്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനിലും കസറുള്ള റാ ഇല്ല, അതാണ് ഒന്നാമത്തത്. പിന്നെ സുക്കൂനുള്ള റാ അതിന് മുമ്പ് കസറാണെങ്കിൽ അത് തർക്കീക്കാണ്. സുക്കൂനുള്ള റായിന് മുമ്പ് കസറാണെങ്കിൽ അത് തർക്കീക്കാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്ബിർ എന്നതാണ് തർക്കീക്ക് വരുന്നത്. സുക്കൂനുള്ള റായിന് മുമ്പ് ലൊമ്മ്, സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ വന്നാൽ അത് എന്താണ്? തഫീമാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് മഹ്റജ്. ഏതിൻ്റെതാണ്? തോ ത ദാല് ഈ 3 അക്ഷരങ്ങൾക്ക് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് മഹ്റജ്. ഖാഫിന് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, ലോദിന് നാവിൻ്റെ അരവും മേലെ അണപ്പല്ലുകളുമാണ്. അപ്പം അത് നമുക്ക് ഓർമ്മ വേണം. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 എണ്ണം. അപ്പോൾ 18 അക്ഷരങ്ങളും മനസ്സിലാക്കണം. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ചോദിച്ചാൽ നമുക്കത് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്തതോ റായിനെ തഫീം ചെയ്തതിന് ഉദാഹരണം. തഫീം ചെയ്തതിന് നേരത്തെ പറഞ്ഞതുപോലെ റായിൻ്റെ ഹർക്കത്ത് ഫത്തഹോ ലോമോ ആണെങ്കിൽ തഫീമാണ്. ഓക്കെ. ഇനി സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ ഉണ്ടോ നോക്കുക, അതും ഇല്ല. ഇനി സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വരികയും ചെയ്തു. അപ്പോൾ കിർത്തോസ് എന്നതാണ് ഇവിടെ തഫീം. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് കസറാവുകയും ചെയ്ത തർക്കീക്ക്. സുക്കൂനുള്ള റാ അതിനു മുമ്പ് കസറായി ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇതും തർക്കീക്കാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം ഓരോ ഉദാഹരണങ്ങളും. അടുത്തതോ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് കസറായി ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വന്നു. ഇസ്തീലായിൻ്റെ ഹർഫ് ഉസ്സലാത്തിൻ കിളി എന്ന ഏതെങ്കിലും അക്ഷരം വന്നത് വേണം. സാക്കിനായ റായിന് മുമ്പ് കസറായി ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വന്നു. ഇസ്തീലായിൻ്റെ ഹർഫായ സ്വാദ് വന്നു. അപ്പോൾ ഇത് തഫീമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത് സുക്കൂനുള്ള റാ മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വന്നിട്ടില്ല. ഇവിടെ സുക്കൂനുള്ള റായിന് മുമ്പ് കസറായി ശേഷം അക്ഷരമില്ല. അപ്പോൾ അതൊക്കെ നോക്കാൻ മനസ്സിലാക്കുക. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. 2 ചുണ്ടുകൾ ആണ് മഹ്റജ്. ഏതാണ് 2 ചുണ്ടുകൾ മഹ്റജായിട്ട് വരുന്നത്? വാവ്, ബ, മീമ് ഈ 3 അക്ഷരങ്ങൾക്ക് 2 ചുണ്ടുകളാണ് മഹ്റജ്. താഴെ ചുണ്ടും മേലെ മുൻപല്ലിൻ്റെ തലയും അത് ഫ ആണ്.
ഈ 4 അക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. വായയുടെ ഉൾഭാഗം ജൗഫിൽ നിന്ന് പുറപ്പെടുന്നത് അലിഫ് വാവ് യാ മധ്യായ അക്ഷരങ്ങൾ വരുമ്പോഴാണ് വായയുടെ ഉൾഭാഗം. ഇനി തരിമൂക്ക്, ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ തരിമൂക്ക് മീമുൻ നൂനും. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തതോ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ഏതാണ്? ലോ സാ ദാല്, ഈ 3 അക്ഷരങ്ങൾക്ക്. അടുത്തതോ നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. സോദ് സായി സീന്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ ഇതുപോലെ ഒരു മാച്ച് ചെയ്യാൻ കഴിയണം. മനസ്സിലായില്ലേ? വായയുടെ ഉൾഭാഗം ഏത്? ജൗഫ്, ഹൈഷു, തരിമൂക്ക്, ഷഫത്താനി 2 ചുണ്ടുകൾ, ലിസാന് നാവ്, അങ്ങനെയും വരാം. അടുത്തത് കസ്റുള്ള എല്ലാ റായിനെയും ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം. കസ്റുള്ള എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. തർക്കീക്ക്. അതുപോലെ ഫത്തഹുള്ള എല്ലാ റായിനെയും ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ തഫീമാണ്. ഫത്തഹോ ലൊമ്മോ ഉള്ള എല്ലാ റായിനെയും ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം എന്നാണ് തഫീം. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് ഡാഷ് യാ. എങ്ങനെയുള്ള യാ ആണ്? സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. സുക്കൂനുള്ള യാ. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ലൊമ്മയായാൽ ലാമിനെ തഫീം ചെയ്യണം. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ ആയാൽ ആ ലാമിനെ തഫീം ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഹുസ്സ ലെഴുത്തിൻ കിള്, അക്ഷരങ്ങൾ ഓർമ്മ വേണം. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളാണ്. ഇതിനെ എപ്പോഴും തഫീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഹുസ്സ ലെഴുത്തിൻ കിള് എന്ന അക്ഷരങ്ങൾ ഡേഷിൻ്റെ ഹർഫുകളാണ്, ഇസ്തീലായിൻ്റെ ഹർഫുകളാണ്. ഹുസ്സ ലെഴുത്തിൻ കിള് എന്ന ഇതിന് ഈ 7 അക്ഷരങ്ങൾ ഇസ്തീലായിൻ്റെ ഹർഫുകളാണ്, ഓർമ്മ വേണം. ഇതിനെ എപ്പോഴും ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ തഫീം ചെയ്ത് ഉച്ചരിക്കണം. ഈ 7 അക്ഷരങ്ങളെ എപ്പോഴും തഫീം ചെയ്ത് ഉച്ചരിക്കണം. അടുത്തത് ഫാഇൻ്റെ മഹറജ് താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. മുൻപല്ലുകളുടെ എന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് അല്ലദി ഇർത്തല എന്നതിലെ റായിനെ എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിൽ വന്നു. സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിൽ. അപ്പോൾ ഇവിടെ കസറായത് കാരണം അവിടെ തഫീം ചെയ്താണ് ഓതേണ്ടത്. തഫീമാണ്. നമ്മൾ സുക്കൂനുള്ള റായിന് മുമ്പ് കസറായ തർക്കീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരിലായ കസറായത് കൊണ്ടാണ് തഫീം ചെയ്ത് ഓതേണ്ടത്. മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റവാക്കിൽ ഉത്തരം. റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ എത്ര? റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ 4. അപ്പോൾ അതുപോലെ കീക്ക് തഫീം എന്നീ 2 അവസ്ഥകളുണ്ട്. എന്തിനെന്ന് വെച്ചാലോ തർക്കീക്ക് തഫീം എന്നീ 2 സന്ദർഭങ്ങളുണ്ട്. എന്തിനെന്ന് വെച്ചാൽ റായിനും ലാമിനും തർക്കീക്കും തഫീമും ഉണ്ട്. ഓക്കെ. എന്നാൽ ഇസ്തീലാൻ്റെ അക്ഷരങ്ങൾക്ക് തഫീം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഫത്തഹോ ലൊമ്മോ ഉള്ള റായിനെ എങ്ങനെ ഓതണം? തഫീം ചെയ്ത് ഓതണം. ഫത്തഹോ ലൊമ്മോ ഉള്ള റായിനെ തഫീം ചെയ്ത് ഓതണം. അടുത്തത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തർക്കീക്കാക്കിയതിനൊരു ഉദാഹരണം. തർക്കീക്ക് അള്ളാഹു എന്ന നാമത്തിന് മുമ്പ് കസറ വന്നത്. ബിസ്മില്ല, നൂരില്ല, റസൂലില്ല ഏതെഴുതാം. ഓക്കെ. എന്നാൽ തഫീമാണ് ചോദിച്ചതെങ്കിലോ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹ വന്നത്. നൂർ അല്ലാ, റസൂലുള്ള, റുസുലുള്ള, അങ്ങനെ ഫത്തഹോ ലൊമ്മ വന്നത് എഴുതാം. ഇനി തഫീം ആക്കിയത് ഫത്തഹ കൊണ്ടാണ്. ഫത്തഹ വന്ന് തഫീം ആക്കിയതിനാണെങ്കിൽ ഫത്തഹ വന്ന് തന്നെ എഴുതണം. നൂറല്ലാ. ലൊമ്മ വന്നിട്ടാണെങ്കിൽ നൂറുള്ള. മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. കസറ വന്നിട്ട് തർക്കീക്കാക്കിയത് നൂരില്ല. അങ്ങനെ മനസ്സിലാക്കാം. ഇനി വായയുടെ ഉൾഭാഗം എന്നതിൻ്റെ അറബി വാക്ക്. വായയുടെ ഉൾഭാഗം എന്നതിൻ്റെ അറബി വാക്ക് ജൗഫാണ്. ഫുർഖാൻ എന്നതിലെ റായിൻ്റെ നിയമം. സുക്കൂനുള്ള റായിന് മുമ്പ് ലൊമ്മ വന്നു. അപ്പോൾ
തഫീം, തഫീമാണ്. ഇനി സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നതിനൊരു ഉദാഹരണം. യാ മദ്ദക്ഷരമായി യാവും വരാം. സുക്കൂനുള്ള യാ നമ്മൾ കാണുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ബസീർ, മസീർ, ഹൈർ, ത്വൈർ എന്നൊക്കെ അതിന് ഉദാഹരണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? മസീർ എന്ന് പറയുമ്പോൾ മദ്ദക്ഷരമായ യാ ആണ് വരുന്നത് ബസീർ എന്ന് പറയുമ്പോഴും. എന്നാൽ ത്വൈർ, ഹൈർ അങ്ങനെ പറയുമ്പോൾ സുക്കൂനുള്ള യാ ആണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. തഫീം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ് തർക്കീക്കുണ്ടാകുന്നത്. രണ്ടും മനസ്സിലാക്കുക. തഫീമും തർക്കീക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫീമും താഴുന്നത് കൊണ്ട് തർക്കീക്കുണ്ടാകുന്നു. അങ്ങനെ രണ്ടും ചേർത്തിട്ട് എഴുതാം. അടുത്തത് സിഹർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണമെന്ത്? സിഹർ എന്നതിലെ റാ നമുക്കിത് നോക്കിയിട്ട് തന്നെ പറയാൻ കഴിയണം. ഏത് വേർഡ്സ് കിട്ടിയാലും സുക്കൂനുള്ള റാ അതിനു മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമാവുകയും അതിനു മുമ്പ് കസറാവുകയും ചെയ്തു. സുക്കൂനുള്ള റാ സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമാവുകയും അതിനു മുമ്പ് കസറാവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഈ ഉദാഹരണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയണം അതിൻ്റെ കാരണങ്ങൾ. അപ്പോഴാണ് നമുക്കിത് തർക്കീക്ക് ചെയ്യാനുള്ള കാരണം എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ. അടുത്തത് എന്താണ്? ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തഫീം ആക്കിയതിന് 2 ഉദാഹരണങ്ങൾ. തഫീം അപ്പോൾ ഫത്തഹോ ലൊമ്മോ വരണം. അപ്പോൾ നൂറുള്ള, റസൂലുള്ള അങ്ങനെ എഴുതാം. അടുത്തത് തർക്കീക്ക് എന്നാൽ എന്താണ്? അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫീം എന്നും പറയും. അപ്പോൾ രണ്ടും പഠിക്കണം. അടുത്തതോ മർസദ് എന്നതിലെ റായിനെ തഫീം ചെയ്യാൻ കാരണം എന്ത്? മർസദ് എന്നതിൽ തഫീം ചെയ്യാൻ കാരണം എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹ വന്നു. സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹ വന്നതാണ് ഇവിടെ തഫീം ചെയ്യാൻ കാരണം. അടുത്തത് താഇൻ്റെ മഹ്റജ് ഏത്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. പറഞ്ഞു നോക്കുക. അപ്പോൾ നാവിൻ്റെ തല അവിടെ പോയി തട്ടണ നോക്കുക. നമ്മളെ ഊന് പല്ലും കൂടി ടച്ച് ചെയ്യുന്ന ഭാഗം അല്ലേ, മുരട്. അപ്പോൾ താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന മറ്റക്ഷരങ്ങൾ ഏതെന്ന് വെച്ചാലോ തോവും ദാലും. അങ്ങനെ അക്ഷരങ്ങൾ എഴുതാനും കഴിയണം. ഓക്കെ. താ തോ ഇതുപോലെ ഈ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്നത് ദാല്. അങ്ങനെ അക്ഷരത്തെ വേർതിരിച്ച് നമുക്ക് എഴുതാൻ കഴിയണം. ഇതുപോലെ തന്നെയാണ് സ്വാദും സായും സീനും. അത് ഒരേ മഹ്റജിൽ തന്നെയാണ്. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയുമാണ്. അതുപോലെ തന്നെയാണ് ലോ സാ ദാല്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയുമാണ്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ ചോദ്യം വന്നാലും അവിടുന്ന് ഒന്നെങ്കിൽ ദാലിൻ്റെ മഹ്റജ് വെച്ച് അത് എഴുതാൻ കഴിയണം. ഇല്ലെങ്കിൽ മഹ്റജ് പറഞ്ഞിട്ടുണ്ടാവും ഇവിടുന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ 2 അക്ഷരം തന്നിട്ടുണ്ടാവും ഇതുപോലെയുള്ള മറ്റക്ഷരം ഏത് എന്നൊക്കെ ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തതാ ഫജ്ർ എന്നതിലെ റായിനെ തഫീം ചെയ്യണം കാരണം എന്ത്? എന്താ കാരണം? സുക്കൂനുള്ള റാ അതിനു മുമ്പ് സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് ഫത്തഹാവുകയും ചെയ്തു. സുക്കൂനുള്ള റാ അതിനു മുമ്പ് സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് ഫത്തഹാവുകയും ചെയ്തു. അങ്ങനെ തഫീമിൻ്റെ 5 സന്ദർഭങ്ങളും തർക്കീക്കിൻ്റെ 5 സന്ദർഭങ്ങളും ഏത് വേർഡ്സ് കണ്ടാലും നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ തർക്കീക്കുർ റാ തർക്കീക്കുൽ ലാം ഈ 2 ചാപ്റ്ററുകൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. അതുപോലെ ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിന് തഫീമും തർക്കീക്കും. ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ എങ്ങനെ ഉച്ചരിക്കണം? ലാമിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണം. ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ ലാമിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ. അത് മുമ്പ് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫീമും കസറാണെങ്കിൽ തർക്കീക്കും. അതും മനസ്സിലാക്കുക. ഇനി 2 ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതണം. തഫീമുർ റാ തർക്കീക്കുർ റാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് വിവരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ആ ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ട് എഴുതുക. ഇതിൽ ഇനിയും ഞാൻ വിശദീകരിക്കുന്നില്ല.
പിന്നെ വന്നത് തഫീമുല്ലാമും തർക്കീക്കുറാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് തഫീമുല്ലാമ് അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുന്നേ വരുന്നത്, ഫതഹുൽ അമ്മ വരുന്നത്. തർക്കീക്കുറായിന് ഓക്കെ, തഫീമുറ ആണെങ്കിൽ അതിൻ്റെ തർക്കീക്കുറായിന് 4 സന്ദർഭങ്ങൾ അത് എഴുതി വെക്കുക. തഫീമുറ ആണെങ്കിൽ അതിൻ്റെ 5 സന്ദർഭങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് അഹ്കാമു തജ്വീദിലെ ചോദ്യപേപ്പറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.